ലൈംഗിക പീഡന കേസിൽ ആദ്യമായി പ്രതികരിച്ച് നടൻ ജയസൂര്യ. തനിക്ക് നേരെ ഉയരുന്നത് വ്യാജ ആരോപണങ്ങളാണ്. കഴിഞ്ഞ ഒരു മാസമായി അമേരിക്കയിലാണെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, പാപികളുടെ നേരെ മാത്രം എന്താണ് കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. ഇടവേള ബാബുവിനെതിരെ എറണാകുളം സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ഇന്ന് തെളിവെടുപ്പ് നടക്കും. കൊച്ചിയിലെ ഫ്ളാറ്റിലും ബോൾഗാട്ടി പാലസ് ഹോട്ടലിലും പരാതിക്കാരിയെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. ഡാനി പോളാണ് കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സധൈര്യം ആർജവം ആവാഹിച്ചുകൊണ്ട് ഒരുപാട് ആളുകളാണ്, ഒരുപാട് നടിമാർ നമ്മുടെ രംഗത്തേക്ക് പൊതുസമൂഹത്തിലേക്ക് എത്തി തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളൊക്കെ പറയാനും അത് നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തയ്യാറായിരുന്നു. നടൻ ജയസൂര്യക്കെതിരായ കേസ്, ഇടവേള ബാബുവിനെതിരായ കേസിലുമൊക്കെ കൊച്ചിയിൽ അന്വേഷണം വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ജയസൂര്യയുടെ ആദ്യ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം ഡാനി? അതോടൊപ്പം ജയസൂര്യയുടെ ഒരു പ്രതികരണം, അതിന്റെ വിശദാംശങ്ങൾ കൂടി. ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള ഒരു കാര്യങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പുതുതായെന്ന് നമുക്ക് പറയാവുന്നത് നടൻ ജയസൂര്യയുടെ പ്രതികരണം. ഇതാദ്യമായി വന്നിരിക്കുന്നു. സമൂഹ മാധ്യമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ അദ്ദേഹം നേരത്തെ ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം അമേരിക്കയിലായിരുന്നു, വിദേശത്തായിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. താൻ അവിടെ തുടരുകയാണ്, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നിയമ നടപടികൾ അതിന് തുടക്കമിട്ട് കഴിഞ്ഞുവെന്ന് തന്നെയാണ് അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നത്. ഈ ഉണ്ടായ ആരോപണങ്ങൾ അത് തീർത്തും വ്യാജമാണ്. അത് മനസ്സിന് ഒരുപാട് മുറിവേൽപ്പിച്ചിരിക്കുന്നു, തന്നെയും കുടുംബത്തെയും എല്ലാം തന്നെ അത് ഒരുപാട് തന്നെ മുറിപ്പെടുത്തിയിരിക്കുന്നു. പീഡനം പോലെ തന്നെ വേദനാജനകമാണ് ഈ വ്യാജ ആരോപണങ്ങളും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ തീവ്രതയോടുകൂടി തന്നെയാണ് ഈ വ്യാജ ആരോപണങ്ങൾ തന്നിലേൽപ്പിക്കുന്ന മുറിവുകൾ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. എന്തായാലും അത് ആകെ ഉലച്ചു. പക്ഷേ അതിൽ നിന്ന് ഈ ആരോപണങ്ങൾ ഇത് വ്യാജമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി തന്നെ നിയമ പോരാട്ടത്തിലേക്ക് താൻ ഒരുങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് നിയമത്തിൻ്റെ വഴിക്കുള്ള പോരാട്ടം തന്നെയാണ്. അതിന് തുടക്കമിട്ട് കഴിഞ്ഞതായി ജയസൂര്യ ജയസൂര്യയുടെ കുറിപ്പിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് പൂർണ്ണമായും അതിൽ മുന്നോട്ട് പോകുന്നു. ഇതിൽ പാപം കല്ലെറിയുന്നത് പാപികൾക്ക് നേരെ മാത്രമായിരിക്കണം കല്ലെറിയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ആക്ഷേപങ്ങൾ തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ തീർത്തും വ്യാജം തന്നെയാണ്. നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് ജയസൂര്യ വ്യക്തമാക്കുന്നത്. വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിച്ചേക്കാം, അല്ലെങ്കിൽ ഈ കുറിപ്പിലൂടെ ഒതുങ്ങിയേക്കാം ഈ പ്രതികരണം. എന്തായാലും ജയസൂര്യയും നിയമത്തിൻ്റെ വഴിക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. പല നടന്മാരും തന്നെ ആരോപണങ്ങൾ ഉയർന്ന പലരും തന്നെയും നിയമസഹായം തേടിയിരിക്കുന്നു. ഇപ്പോൾ മുകേഷ് ഇതിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ അവധി വാങ്ങിക്കൊണ്ട് ഒപ്പം തന്നെയും നിയമത്തിൻ്റെ വഴിയിലേക്ക് തന്നെ നീങ്ങുന്നു. അതൊരു തുടക്കമിട്ട് അത് ആ വഴിയെ തന്നെ പലരും നീങ്ങുന്നു എന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള പല നടന്മാരും തന്നെ കോടതിയിലേക്ക് അപേക്ഷകൾ പലരെയും തന്നെ വളരെ രഹസ്യമായിട്ട് തന്നെ നീങ്ങുന്നുണ്ട്. കോടതി പരിഗണിക്കുന്ന മുറയ്ക്കാണ് പലപ്പോഴും നമുക്കത് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ജയസൂര്യ അത് വ്യക്തമാക്കിയിരിക്കുന്നു. നിയമത്തിൻ്റെ പോരാട്ട വഴിക്ക് തന്നെയാണ് താനും നീങ്ങുന്നത്. അതിൽ വരും ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങൾ ഏതായാലും ഉണ്ടാകും. എന്തായാലും കേസിൻ്റെ നടപടികൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ യുവനടിയുടെ പേരിലുണ്ടായിരുന്ന പരാതിയിൽ, അവർ നൽകിയ പരാതിയിൽ വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ആലുവ മുൻസിഫ് കോടതിയിലായിരുന്നു രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. അത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നോബിളിൻ്റെയും അതോടൊപ്പം തന്നെ ഇടവേള ബാബുവിനും എതിരെ നൽകിയ പരാതിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ രഹസ്യമൊഴി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇന്നലെ ആ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തെളിവെടുപ്പ് ഉണ്ടായിരുന്നു. അത് മുകേഷുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. മുകേഷിനെ മരടിലെ വില്ലയിലേക്കാണ് ഇവരെ എത്തിക്കുകയും പ്രത്യേക പോലീസ് സംഘം ഇവരുമായി ചെന്ന് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്തത്. ഇന്ന് അതോടൊപ്പം ഇടവേള ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടവേള ബാബുവിൻ്റെ ഫ്ളാറ്റിലും അതോടൊപ്പം തന്നെ ബോൾഗാട്ടി പാലസ് ഹോട്ടലിലുമായിരിക്കും തെളിവെടുപ്പെന്നാണ് നിലവിലുള്ള ഒരു സൂചന. ഇന്നലെയും അതുപോലെ തന്നെ മരടിലെ വില്ലയും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിലൊരു ഫ്ളാറ്റിലും
തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇങ്ങനെ അന്വേഷണ സംഘം അവരുടെ നടപടികളുമായി ഒരു ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ കേസിലെ കൂടുതൽ അപ്ഡേഷൻസ് പലപ്പോഴുമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ പരാതികൾ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കണക്കിലെടുക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ പലരും തന്നെ ഈ തുറന്നു പറച്ചിലുകൾക്ക് തയ്യാറായിരിക്കുന്നു. അവർക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം ചെറുതല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ നടി പറഞ്ഞതുപോലെ അന്വേഷണ സംഘം തങ്ങൾക്ക് പകരുന്ന വിശ്വാസം ചെറുതല്ല. കാരണം ഈ കേസുമായി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് പറയുവാനുള്ളത് അത്രയും പറയാം, പൂർണ്ണമായ സംരക്ഷണവും പരിരക്ഷയും എല്ലാം തന്നെ തങ്ങൾ നൽകുന്നുണ്ട്. ആ ഒരു ഉറപ്പിലാണ് പിന്നീട് ഈ പരാതികളെല്ലാം തന്നെ വരുന്നതും രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതുമെല്ലാം തന്നെ ചെയ്യുന്നത്. അതിൻ്റെ തുടർച്ചയായ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷിനെതിരായ പരാതിയിൽ രഹസ്യമൊഴി ഇവർ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഇടവേള ബാബുവിൻ്റെയും നോവലിൻ്റെയും എതിരെയുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തി. നാളെ മറ്റു കൂടുതൽ പേരുടെ കാര്യങ്ങളിലുമുള്ള മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ച മുകേഷിന് നൽകിയിരിക്കുന്ന ഒരു താമസമുണ്ട്, ഒഴിവ് നൽകിയിരിക്കുന്ന അതിൻ്റെ ഒരു പരിധി തിങ്കളാഴ്ചയോടുകൂടി തന്നെ അവസാനിക്കും. അപ്പോൾ ആ കേസ് ഒരുപക്ഷെ നാളെ വീണ്ടും വരാനുള്ള ഒരു സാധ്യതയുമുണ്ട് മജിസ്ട്രേറ്റ് കോടതി. അതുപോലെ ഡാനി, എത്ര പേരുടെ കേസാണ് നിലവിൽ ജയസൂര്യയുടെ പേരിലുള്ളത്? കൊച്ചിയിൽ യുവനടി നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് ഉള്ള നടി നൽകിയ പരാതിയിൽ തൊടുപുഴയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളാണ് ജയസൂര്യയുടെ പേരിൽ നിലവിൽ നമുക്കറിയാവുന്നത്. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളായുള്ളത് മറ്റ് പരാതികൾ ഇതുവരെ വന്നിട്ടില്ല. 2 കേസുകളാണ് ജയസൂര്യക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഡാനി, ഒരു കാര്യം കൂടി, അതായത് ഈ സംവിധായകൻ രഞ്ജിത്തിനെതിരായിട്ടുള്ള കേസ്, അതും